ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരുവിന്റെ മക്കൾ ചാരിറ്റിയുടെ സൗജന്യ ഫുഡ് ബാങ്ക് കോഴിക്കോട് പാളയത്ത് പ്രവർത്തനം തുടങ്ങി. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. തെരുവിലെ മക്കൾ ചാരിറ്റി അസീം വെളിമണ്ണ ഫൗണ്ടേഷനുമായി ചേർന്ന് കോഴിക്കോട് പാളയത്ത് സൗജന്യ ഫുഡ് ബാങ്ക് ആരംഭിച്ചു. കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീയിൽ നിന്നാണ് സ്പോൺസർമാർ വഴി ആഹാരം ഉറപ്പുവരുത്തുന്നത്. താല്പര്യമുള്ളവർക്ക് കുടുംബശ്രീയിൽ നേരിട്ട് പണമടയ്ക്കാം. ശോഭിക വെഡിംഗ് മാൾ സ്പോൺസർ ചെയ്ത ഫുഡ് ബാങ്കിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് നിർവഹിച്ചു. അസീമും പിതാവ് അബ്ദുസമദും ചേർന്ന് അന്നദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സലീം വട്ടക്കിണർ, TMC രക്ഷാധികാരി സുഹൈർ ചുങ്കത്തറ, വിവിധ ജില്ലകളിലെ കോർഡിനേറ്റർമാരായ ഹുസൈൻ ചേറ്റുവ, സമീർ, മജീദ്, ഗഫൂർ, അമീൻ, ശോഭിക വെഡിംഗ് മാൾ സ്ഥാപകൻ ഇമ്പിച്ചി അഹമ്മദ് കല്ലിൽ, ലേക്ക് ഷോർ മെഡിക്കൽ സെന്റർ ജനറൽ മാനേജർ അഡ്വക്കേറ്റ് രമേശ്, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി പ്രതിനിധി പ്രേമൻ പറന്നാട്ടിൽ, അസിം വെളിമണ്ണ ഫൗണ്ടേഷൻ പ്രതിനിധി സയ്യിദ് യമാനി എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കാറ്റഗറിയിൽ ഇക്കൊല്ലത്തെ സ്റ്റേറ്റ് ഭിന്നശേഷി അവാർഡിനും അസീം വെളിമണ്ണ അർഹനായി. മികച്ച കായിക പ്രതിഭ 25,000 രൂപ വീതം. ശ്രീ മുഹമ്മദ് അസീം P. അസീം വെളിമണ്ണ എന്നാണ് ആ കുട്ടിയെ അറിയപ്പെടുന്നു. കോഴിക്കോട് നിവാസിയാണ്. 90% ചലന പരിമിതിയുള്ള വ്യക്തിയാണ്. വെളിമണ്ണ സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിനെ അപ്പർ പ്രൈമറി ആക്കുവാനുള്ള നിയമപരമായ പോരാട്ടം നയിച്ചു. 2021 കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് പീസ് പ്രൈസിൽ ഫൈനലിസ്റ്റായി. കേരള സംസ്ഥാന പാരാലിമ്പിക്സിൽ ലോങ് ജമ്പ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി. നീന്തൽ അറിയാത്തതിനാൽ ആരും മുങ്ങി മരിക്കരുതെന്ന സന്ദേശം സമൂഹത്തിന് പകർന്നുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന പെരിയാർ 1 മണിക്കൂർ 1 മിനിറ്റിൽ നീന്തിക്കയറി. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും വേൾഡ് റെക്കോർഡ്സ് യൂണിയനിലും ഇടം തേടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ്